മാവൂർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അനിത MT സുവർണക എന്ന ഒരു വ്യക്തിയെയാണ്. അവർ ഒരു ഗ്രന്ഥകാരിയാണ്, ഒപ്പം ഒരു ഗായികയാണ്, കവയത്രിയാണ്. മാത്രമല്ല പാരമ്പര്യമായി ആയുർവേദ ചികിത്സയിൽ പ്രാവീണ്യമുള്ള ഒരാളും കൂടിയാണ്. അനിതയുടെ ഒരു പ്രത്യേകത, അവരെഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയും വൈദ്യവും അതേപോലെ തന്നെ സംഗീതവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചില രചനാ രീതികളാണ് അവർ അവലംബിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് അവർ എഴുതിയിരിക്കുന്ന പുസ്തകം ജ്ഞാനപ്പാനയും ആര്യവൈദ്യവും എന്ന പുസ്തകമാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? സംഗീതവും അതേപോലെ തന്നെ വൈദ്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക്. ജീവിതാനുഭവത്തിൽ നിന്ന് നാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. അത് പ്രപഞ്ച നിയമത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ഗ്രന്ഥം തിരഞ്ഞെടുത്ത് വേണം രചന നടത്തണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോഴാണ് നഷ്ടപ്പെടലുകളെക്കുറിച്ചും അതുപോലെ തന്നെ എപ്രകാരമുള്ള ഒരു രചന ആണ് എന്നിലൂടെ കടന്നു പോകുന്നതെന്ന് ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ ജ്ഞാനപ്പാനയെ തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇതിൽ നമുക്കോരോ നഷ്ടപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ എപ്രകാരം നമുക്കതിനെ തരണം ചെയ്യാൻ പറ്റും, കവി എത്രത്തോളം നമുക്കത് പ്രചരിപ്പിച്ച് തന്നിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എങ്ങനെ ആ വേദനകളെയെല്ലാം തരണം ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിച്ച് അതൊരു രമ്യതയിൽ എത്തിക്കാൻ പറ്റുമെന്ന് കവി പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പാഠമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം ഈ ഒരു ജ്ഞാനപ്പാനയിലെ വരികൾ തിരഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ രചന ആദ്യമായി തുടങ്ങുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇതിൽ കവി പ്രവാചകനാകുന്നു എന്ന് പറയുന്നുണ്ട്, പ്രവചിക്കുന്ന രീതിയിലേക്ക്. അതെന്താണ് സംഭവം? മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അന്ന് കാലത്ത് രാജഭരണമായിരുന്നു. ഇന്ന് നാം കാണുന്നു രാജാക്കന്മാരുടെ ഒരു കഥകൾ നമ്മൾ കേൾക്കുകയും അവരുടെ കെട്ടിടങ്ങൾ, അവരുടെ കൊട്ടാരങ്ങളൊക്കെ കാണുക, അങ്ങനെ മാത്രമാണ് ചെയ്യുന്നത്. അത് കാലേ കൂട്ടി കവി കണ്ടു കഴിഞ്ഞു തൻ്റെ വേദനയിലൂടെ. ആ കാലത്തിലൊരു കുഞ്ഞ് മരിച്ചു പോയ ദുഃഖത്തിലൂടെയാണ് അവർ ഈ പ്രപഞ്ച നിയമത്തോട് ചേർത്ത് വെച്ച് നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കൂടി പറഞ്ഞു തരുന്നത്. ആരാലും അറിയപ്പെടാതെ നമ്മുടെ നാട്ടുപ്രദേശത്ത് താമസിക്കുന്ന അനിത MTയുടെ സുവർണകയിലെ അക്ഷരപ്പൂക്കൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്ത ആളെ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന, മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന, മലയാള സിനിമാ ഗാനങ്ങൾക്ക് മറക്കാനാവാത്ത ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുള്ള K. ജയകുമാറാണ് എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് K. ജയകുമാർ സാറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെട്ടത്? ഭക്തകവി പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വെച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയത് ജയകുമാർ സാറായിരുന്നു. പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളതായിരുന്നു എനിക്ക് ആ പരിപാടിയിലൂടെ കിട്ടിയിരുന്നത്. ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കഴിഞ്ഞ സമയത്ത് സാറിനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവിടുത്തെ ഒരു സാറ് ബാലകൃഷ്ണ മാഷ് പറഞ്ഞു, സാറിപ്പോൾ മലയാള സർവകലാശാലയിലുണ്ട്, അവിടെ ചെന്നാൽ അവരെ കാണാൻ പറ്റും. എനിക്ക് അവരുടെ നമ്പർ തന്നു, ജയകുമാർ സാറിനെ. അങ്ങനെയാണ് എൻ്റെ ഈ ഭക്തകവിയുടെ ജ്ഞാനപ്പാനയും ആര്യവൈദ്യവും എന്നുള്ള ഗ്രന്ഥം കൊടുക്കാൻ വേണ്ടി ആദ്യം മലയാള സർവകലാശാലയിൽ ചെന്നു. അന്നപ്പോൾ സാറിനോട് പറഞ്ഞു, ഞാൻ രണ്ടാമതൊരു ഗ്രന്ഥം രചിച്ച് വെച്ചിട്ടുണ്ട്, ആ ഗ്രന്ഥത്തിന് സാറ് എനിക്കൊരു അവതാരിക തരുമെന്ന് ചോദിച്ചു. തുഞ്ചൻപറമ്പത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടായിരുന്നു. അപ്പോഴാണ് തുഞ്ചൻപറമ്പത്ത് അടുത്താണ് മലയാള സർവകലാശാല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ജയകുമാർ സാറിന് പോയി എൻ്റെ രചന കൊടുക്കുകയും അപ്പോൾ സാറിന് ആ രചന വളരെ ഇഷ്ടപ്പെട്ട് എനിക്കൊരു അവതാരിക തരികയും ചെയ്തു. അതേപോലെ നിങ്ങളുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ സ്വരരാഗ വേദ ചികിത്സയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ, പ്രിൻസിപ്പലായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ VP ശശിധരനാണ് എഴുതിയിട്ടുള്ളത്. അവരായിട്ടുള്ള അനുഭവം എന്താണ്? അവർ സംഗീതത്തെ വളരെയേറെ അറിയുന്നതും അതുപോലെ സംഗീതത്തെ കുറിച്ച് നന്നായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു പുസ്തകം രചിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് ഇതിനൊരു അവതാരിക തരുമെന്ന് ചോദിച്ചു. അപ്പം ഇതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വരിശകൾ എടുത്തുകൊണ്ടാണ് ഞാനിത് ഈ പുസ്തകം പൂർത്തിയാക്കുന്നത്, അതിൽ ജണ്ടവരിശകൾക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, എന്നാൽ ആ ജണ്ടവരിശകളൊന്ന് പാടിയെന്ന്. അങ്ങനെ പുരന്ദരദാസ സ്വാമികളെ കുറിച്ചും എപ്രകാരമാണ് ഈ വരിശകൾ വന്നിട്ടുള്ളതെന്നും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരെന്നോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം
ശേഷമാണ് എനിക്ക് ഈ സ്വരരാഗവേദ ചികിത്സയ്ക്ക് അവതാരിക തന്നിട്ടുള്ളത്. വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന അനിത MT സ്വന്തമായി പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി പാടിയിട്ടുണ്ട്. കോഴിക്കോട് ആകാശവാണിയിലും അതേപോലെ തന്നെ ദർശന TV-യിലുമൊക്കെ. നമുക്ക് അനിത MTയുടെ ഒരു പാട്ട് കേൾക്കാം. ചിരിക്കാനറിയാഞ്ഞല്ല ചിരിച്ചിട്ടും ചിരിക്കാത്തവരോടായി ചിരിക്കുന്നതെന്തിനെന്നോർത്തല്ലേ ചിരിക്കാത്തതിവിടെ. അറിവുകളൊരുക്കിയ കൈകൾ അവർക്കായൊരുക്കിയതല്ലേ ചിരി എന്ന സുന്ദരഭാവം. ചിരിക്കാനറിയാഞ്ഞല്ല ചിരിച്ചിട്ടും ചിരിക്കാത്തവരോടായി ചിരിക്കുന്നതെന്തിനെന്നോർത്തല്ലേ ചിരിക്കാത്തതിവിടെ. അതുപോലെ ഈ മാവൂരിലെ ആമ്പല പോലെ എന്ന് പറഞ്ഞ പോലുള്ള ഒരുപാട് ചൊല്ലുകൾ സ്വയം തന്നെ നിർമ്മിച്ചിട്ടാണ് ഈ സുവർണകേലെ അക്ഷരപ്പൂക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. അതേപോലെ മറ്റൊരു പുസ്തകമാണ് സ്വരരാഗ വേദ ചികിത്സ. ഇതും സംഗീതവും അതേപോലെ തന്നെ വൈദ്യവും ചികിത്സയുമൊക്കെയായി ബന്ധപ്പെട്ട മറ്റൊരു പുസ്തകമാണ്. ഇതും അനിതയുടെ സ്വയം കണ്ടെത്തലുകളും ഇന്നലകളിലൂടെ അവർ നേടിയെടുത്ത അനുഭവങ്ങളുമാണ്. എന്താണ് ഈ പുസ്തകത്തിലുള്ളിടത്തിൽ പറയുന്നത്? സംഗീതത്തിലൂടെ ചികിത്സിക്കുക എന്നുള്ളതിന് നമ്മുടെ മനുഷ്യ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതവും 6 രസങ്ങളാൽ നിയന്ത്രിതവും അക്ഷരങ്ങളാൽ അലങ്കൃതവുമാണ്. ഈ ഒരു നേരത്ത് സപ്തസ്വരങ്ങളെ കൊണ്ട് നമുക്ക് എപ്രകാരം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ താളബോധം നിയന്ത്രിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നാം കണ്ടെത്തുകയായിരുന്നു. രോഗങ്ങളിൽ എന്നതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും വളർച്ചയ്ക്കും സപ്തസ്വരങ്ങൾക്ക് അതിയായ കഴിവുകളുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മളൊരു കീർത്തനം ആലപിക്കുമ്പോഴോ ഒരു പദവർണ്ണങ്ങൾ ചൊല്ലുമ്പോഴോ മനോധർമ്മ രാഗങ്ങൾ ചൊല്ലുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ആനന്ദം, അത് നമ്മുടെ ശരീരത്തെ മാറ്റിമറിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സപ്തസ്വരങ്ങൾ എടുത്തുകൊണ്ട് പ്രാധാന്യത്തിൽ പുരന്ദരദാസ സ്വാമികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന വരിശകൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സപ്തസ്വരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്വരങ്ങളുടെ ചിട്ടപ്പെടുത്തലുകൾ നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ താളങ്ങളും അതിൽ ജണ്ടവരിശകൾക്കാണ് നാം പ്രാധാന്യം കൽപ്പിച്ചത്. അതിന് നാം ഒരു ഉദാഹരണം പറയാറുമുണ്ട്. ചകിരി നാരെടുത്തുകൊണ്ട് നമ്മളൊരു ചൂടി ഉണ്ടാക്കും, ചൂടിയെടുത്ത് നമ്മൾ കയറുണ്ടാക്കും, കയറെടുത്ത് നമ്മൾ കമ്പ കെട്ടും. ഇതെല്ലാം ഒരേ വസ്തു ആണെങ്കിലും ഉപയോഗം മറ്റൊരു തരത്തിലാണ്. അങ്ങനെയുള്ള ഒരു കണ്ടെത്തലുകൾ അതിലൂടെ സാധ്യമായപ്പോൾ സപ്തസ്വരങ്ങളുടെ ഇരട്ടിച്ച് പാടുന്നതിലൂടെ നമ്മുടെ മനസ്സിന് ആനന്ദവും അതുപോലെ തന്നെ നമുക്ക് പ്രപഞ്ച നിയമത്തോട് ചേർന്ന് നിൽക്കുവാനും കുറേ പേർക്ക് അത് സാധിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനിത MT എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ സാധാരണ ഒരു ക്ലീശേ വാക്കായിട്ട് വ്യത്യസ്തയാണ് എന്ന് പറയാറുണ്ട്. ഇത് അങ്ങനെയല്ല. മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോഴുള്ളത്. ആ പുസ്തകത്തിൻ്റെ പേര് പൗർണമി ചരിതം എന്നാണ്. ഇതൊരു പ്രവചന സ്വഭാവമുള്ള പുസ്തകമാണ്. എല്ലാ പുസ്തകത്തിൻ്റെയും ഒരു ടാഗായിക്കൊണ്ട് എൻ്റെ കണ്ടെത്തലുകൾ ഇന്നലകളിലൂടെ എന്ന് എഴുതി വെക്കാറുമുണ്ട്. അനിത MTക്ക് ഈ പൗർണമി ചരിതം എന്ന പുസ്തകത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓരോ ഗ്രന്ഥത്തിനും അതിൻ്റേതായ ഒരു അടിസ്ഥാന പ്രമാണം ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് എഴുതുന്നതിന്. അങ്ങനെ എഴുതിയ സമയത്ത് എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നൊരു രചനയുടെ അർത്ഥമാണ് ഈ പൗർണമി ചരിതമായി വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഇനി വരാനിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് നാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ രോഗം, മരണം, കണ്ടെത്തലുകൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാം നാളെ ഇനി എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് ഈ കണ്ടെത്തലുകളെ ആസ്പദമാക്കിക്കൊണ്ട് ഓരോന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കണ്ടെത്തലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരും ഓരോ കാലത്തെയും നീക്കിക്കൊണ്ടു പോകുന്നത്. അതാണ് ആ
മഹത്വമാണ്, അതിലൂടെ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഈ പൗർണമി ചരിത്രത്തിലൂടെ നാം സാധ്യമാക്കുന്നത്. എഴുത്ത്, വായന, കവിത, സംഗീതം, പാട്ടുപാടൽ എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അനിത MT നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ രീതിയിലുള്ള സർഗപരമായിട്ടുള്ള ജീവിതത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് മാവൂർ മീഡിയ. ഇത്രയും നേരം എന്നോടൊപ്പം സംസാരിച്ചതിന് നന്ദി, നമസ്കാരം. എൻ്റെ കഴിവുകളെക്കുറിച്ച് ചോദിച്ചറിയാൻ വന്ന മാവൂർ മീഡിയയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. Invest your sleep on right mattress. Forwish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambு.